വർഷങ്ങളായി കടലാക്രമണ ഭീതിയിൽ ജീവിക്കുന്നവരാണ് ആലപ്പുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് നിവാസികൾ. തീരദേശ റോഡും ജനവാസ കേന്ദ്രങ്ങളും കടലിനോട് ചേർന്ന് കിടന്നിട്ടും ആധുനിക രീതിയിലുള്ള കടൽഭിത്തി നിർമ്മാണം ഈ ഭാഗത്തുണ്ടായിട്ടില്ല. ന്യൂസ് 18 സംഘത്തോട് ജനങ്ങൾ ദുരിതം പറയുകയാണ്. ആലപ്പുഴ തൃക്കുന്നപ്പുഴ പാതയിൽ, തീരദേശ പാതയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ തന്നെ 9ാം വാർഡിലാണ്. എല്ലാ തവണയും കടൽക്ഷോഭത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ജനങ്ങളാണുള്ളത്. കള്ളക്കടൽ പ്രതിഭാസമെന്നല്ല, ഇനി വരാൻ പോകുന്ന ജൂൺ ജൂലൈ മാസത്തിലെ മൺസൂൺ അടക്കം ഇവർ വലിയ ഭീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് കടൽഭിത്തി ഇല്ലാത്തത്. ഈ സ്ഥലം റോഡിൽ നിന്നും, അതായത് ഈ കടലും വീടുകളും തമ്മിൽ മീറ്ററുകൾ മാത്രം വ്യത്യാസമുള്ള ഒരു റോഡ് മാത്രം അതിർവരമ്പായുള്ള പ്രദേശമാണ്. ഒന്ന്, ഇവിടുത്തെ എല്ലാ പ്രാവശ്യവും കടൽക്ഷോഭത്തിൽ ഇവിടുത്തെ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ കടൽ കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇവിടെ നിർമ്മാണ പ്രക്രിയ നടക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ വർഷങ്ങളായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ, കഴിഞ്ഞ ഏപ്രിൽ 1 ഇവിടെ എത്തുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഏപ്രിൽ 6 മുമ്പ് ജിയോ ബാഗുകൾ ഇട്ട് ഈ ഭാഗം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് അന്ന് ഇവിടെ ഇങ്ങനെ മണ്ണ് കയറുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ വാക്കുകൾ അവർക്ക് കൊടുത്ത ഒരു ഉറപ്പ് പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് നമ്മൾ ഈ കാണുന്നത്. വീണ്ടും ഇവിടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ജനങ്ങളുണ്ട്, അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലേ? അതെ, തീർച്ചയായും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മെനഞ്ഞാന്ന് വൈകുന്നേരം തൊട്ട് കടൽ കയറാൻ തുടങ്ങിയതാണ്. കടല് വീടുകളിലേക്ക് അടിച്ചു കയറുകയാണ്. വീടിനകത്ത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. വയ്യാത്ത ആൾക്കാർ വരെയുള്ള വീടുകളാണ് ഇവിടെ. ഈ മൺസൂൺ വരുമ്പോ എന്തായിരിക്കും ഒരു അവസ്ഥ? കടൽക്ഷോഭം വരുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോ ജൂൺ ജൂലൈക്ക് ഇവിടെ അവസ്ഥ എന്തായിരിക്കും? അത് ഭയങ്കര ഭീകരമായ കടലാണ്. കടലാക്രമണം നമുക്കൊരു കണക്കിലും ഇവിടെ പറ്റത്തില്ല. ഈ ജൂൺ ജൂലൈ മാസത്തെ കടലിന്റെ മാസമാണ്. ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എത്ര കാലമായി ഈ കടൽ ഭിത്തി എന്നുള്ള ആവശ്യം ജനപ്രതിനിധികളുടെ മുന്നിൽ? ഒരു 30 വർഷം കൊണ്ട് അനുഭവിക്കുന്ന ദുരിതമാണ്. ഓരോരുത്തരും വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് പോകും. ഈ 30 വർഷം കൊണ്ട് പറയും, ഈ ഭരണക്കാർ മാറിയും തിരിഞ്ഞും ഭരിച്ചിട്ട് പറയും ഞങ്ങൾ ഇത് ചെയ്യാം, ഞങ്ങൾ കല്ലിടാം, ഇപ്പോഴിടാം എന്ന് പറഞ്ഞിട്ട് ഈ വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങൾ ഇത് കേൾക്കുന്നതല്ലാതെ ഇതുവരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ടെട്രോപോഡുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം തൊട്ടടുത്തുള്ള മേഖലകളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ മാത്രമാണ് അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ലാത്തത്. ഓരോ വർഷവും നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളുടെ മെയിന്റനൻസ് അടക്കം എത്ര രൂപ ചെലവാകുന്നുണ്ട്? ഇല്ല, നമ്മളിപ്പം പുതുതായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ വീട്. അല്ലാതെ ഉള്ളവർക്ക് ഒരുപാട് നല്ലോണം പൈസയൊക്കെ ഒരുപാട് ആവുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും കടലിൽ കയറുമ്പോൾ നിർമ്മാണം വേണ്ടി വരുന്നില്ലേ പിന്നീട് താമസിക്കാൻ? ആണ് ഭിത്തിയെല്ലാം പൊട്ടിയിരിക്കുക. നമ്മുടെ ഭിത്തിയെല്ലാം പൊട്ടിയിരിക്കുക. വീടിന്റെ ഭിത്തിയെല്ലാം, മേൽക്കൂര, നമുക്ക് ഈ വീട്ടിലിരുന്നാൽ മതി, കടലടിച്ച ഈ കുലുങ്ങുന്ന പോലെ തോന്നുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ എല്ലാം അടിത്തറ ഇളകും. എന്താന്ന് വെച്ചാൽ കടലുമായിട്ട് വലിയ വ്യത്യാസമില്ലല്ലോ. നമ്മുടെ വീടും കടലുമായിട്ട് വലിയ വ്യത്യാസമില്ലല്ലോ. ഇത് കണ്ടില്ലേ, വീട് ഇതല്ലേ, ഞങ്ങളുടെയൊക്കെ വീട് ഇതാണ്. അപ്പൊ ഇത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ പ്രകടമാണ്. അതായത് റോഡുമായിട്ട് വളരെയധികം വ്യത്യാസമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ, അല്ലെ? അപ്പോൾ സ്വാഭാവികമായിട്ടും റോഡുമായിട്ട് ഒട്ടും വ്യത്യാസമില്ലാത്തൊരു സ്ഥലമാണിത്, അല്ലെ? എത്ര കാലമായിട്ട് നിങ്ങൾ ജനപ്രതിനിധികളുടെ മുന്നിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്? 30 വർഷങ്ങളോളം ഇത് തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഞങ്ങള് പറയുമ്പോ അവരെല്ലാരും വന്നിട്ടെന്ന് പറഞ്ഞറിയാവോ, ഇപ്പൊ കാര്യം സാധിക്കുന്ന രീതിയിൽ അവരുടെ സംസാരം. പക്ഷെ പിന്നീട് അവർ തിരിഞ്ഞു നോക്കത്തില്ല. ഇപ്പൊ കളക്ടർ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നായിരുന്നു. ഞങ്ങളൊരു ഓൺലൈൻ മീറ്റിംഗ് ഏപ്രിൽ 1 ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായി. ഏപ്രിൽ 6 നിങ്ങൾക്ക് ജിയോ ബാഗുകൾ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഏപ്രിൽ 8 തീയതി ഞങ്ങൾ അവിടെ താലൂക്ക് ഓഫീസിൽ പോയി ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു കളക്ടറുമായിട്ട്. അപ്പൊ സാറ് പറഞ്ഞു 10 ദിവസം സാറ് പറഞ്ഞത്. പക്ഷെ അവര് പറഞ്ഞു 15 ദിവസം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ഈ 15 ദിവസത്തിനുള്ളിൽ ഇവിടെ ജിയോ ബാഗ് ഉറപ്പായിട്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇവിടെ മുഴുവൻ വെള്ളം കയറിയിട്ട് ഒന്നും ഉറങ്ങിയിട്ടില്ല ഈ വീട്ടുകാരും. ഞങ്ങൾ ഇച്ചിരി കിഴക്കോട്ടാണ്, പക്ഷെ ഈ അയലത്ത് ഇവിടെ കിടക്കുന്നവരാരും ഉറങ്ങിയിട്ടില്ല ദിവസങ്ങളോളം. എല്ലാരും വന്ന്, പോലീസ് ഓഫീസറായിട്ട് എല്ലാരും വന്ന് നല്ല നല്ല സഹായ വാഗ്ദാനങ്ങൾ ചെയ്യുന്നു. നിങ്ങളെ കബളിപ്പിക്കുകയാണോ ഈ സംവിധാനങ്ങളെല്ലാം? നിങ്ങളെ ഒരു ഞാൻ ചോദിക്കുമായിരുന്നു, ഇവിടെ ഈ പ്രദേശത്തെ ഓരോ കടൽക്ഷോഭത്തിനും ഓരോ കടൽ കയറ്റത്തിനും കുറഞ്ഞത് എത്ര രൂപ വെച്ച് ഓരോ വീട്ടുകാർക്കും ചെലവാകുന്നുണ്ട്? വീടുകൾക്ക് നഷ്ടം. ഞങ്ങളിതൊരു പീലിംഗ് ഷെഡ് നടത്തുന്നവരാ. ഞങ്ങൾ വർഷത്തിൽ ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഇതിന് വേണ്ടി ചെലവാകുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾക്ക് അത് സമ്പാദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ ഇരട്ടി ഞങ്ങളിത് ചെയ്തോണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഷെഡ് ഇപ്പോഴും പകുതി പോയി കിടക്കും. ഞങ്ങളിപ്പോ ഇവിടെ ചെയ്യാൻ പറ്റായിട്ട് കിഴക്കുവശം ഒരു വാടകയ്ക്ക് ഒരു ഷെഡ് എടുത്ത്
ജോലിയായി. ഇപ്പൊ ജോലി സ്ഥലത്ത് നിന്ന് വരും. അതായത് നിങ്ങളുടെ ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഇദ്ദേഹത്തിന് എല്ലാ വർഷവും 2 ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് ഉണ്ടാവും. എത്ര തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് നഷ്ടപ്പെട്ടത്? തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ എല്ലാ വർഷവും 1 ലക്ഷം രൂപയുടെ നഷ്ടം ഞങ്ങൾക്ക് ഉണ്ടാകും. ഉണ്ടാകും, വീണ്ടും കടൽക്ഷോഭം ഉണ്ടാകും. വീണ്ടും ഇപ്പൊ അത് അല്ല ചേട്ടാ, ഈ 70 തൊഴിലാളികളുമായിട്ടുള്ള ആ ഷെഡ് ഇപ്പൊ പ്രവർത്തനരഹിതമാണ്. പിന്നെ ഇപ്പൊ എന്താ തൊഴിലാളികളെ ഇനി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയോ? എന്താ അവരുടെ അവസ്ഥ? എന്താ? തൊഴിലാളികൾ പോകത്തില്ല. ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഉണ്ട്. സാധനം റെഡിയാക്കാനൊക്കത്തില്ല. അതല്ലേ മൊത്തം കടൽ കയറി പോയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധികളോട് വന്നപ്പോ ഇത് പറഞ്ഞിരുന്നോ? കഴിഞ്ഞ മാസം ഇതുപോലെ പ്രശ്നമുണ്ടായി. ഞങ്ങളിവിടെ വഴിതടായി വലിയ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ആരും അതിന്റെ പ്രതി 1 മാസത്തിനുള്ളിൽ ആക്ഷേപിക്കുമായിരുന്നു എല്ലാവരും. അതിനുശേഷമാണോ ഇത് തകർന്നത്? അതെ, ഇപ്പോഴത്തെ അത് അന്ന് തകർന്നു. അത് അന്ന് പൈസ മുടക്കി അതില്ല ശരിയാക്കി വീണ്ടും തൊഴിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുറത്ത് നിൽക്കുന്നവർ ഞങ്ങളെ ആക്ഷേപിക്കുക, നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് എന്തുണ്ടായി? അതാണ് അവരുടെ ചോദ്യം. അപ്പൊ ശരിയല്ലേ? അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നതേ ഇല്ല. ഈ അടുത്ത വരാൻ പോകുന്ന കാലവർഷം വലിയ ഭീതിയല്ലേ ഉണ്ടാകും? ഭയങ്കരമായ ഭീതിയാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഇനിയും പൈസ മുടക്കി ഞങ്ങൾ ഈ ഷെഡ് ഞങ്ങൾക്ക് ശരിയാക്കാൻ പറ്റത്തില്ല. കാര്യം വീണ്ടും ഇതൊക്കെ തന്നെയല്ലേ. എത്ര വീടുകളുണ്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത്? എത്ര വീടുകളുണ്ട് കടൽഭിത്തി ഇല്ലാത്ത? കടൽഭിത്തിയിലൊക്കെ ഇവിടെ ഒരു 10-500 വീട് മേലോട്ടൊക്കെ ഇതിന്റെ പോവുക. ഈ കടലങ്ങ് കയറി പോവുക. ഈ ഒരു ഭാഗം മാത്രം എടുത്ത് നോക്കിയാൽ 500 മേളിൽ വരും വീടുകളുണ്ട്. പിന്നെ ഇത്രയും ഈ കഴിഞ്ഞ ഇലക്ഷന് 4 ദിവസം മുമ്പ് ഇതുപോലെ ഒരു കടലേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ വീട് വെച്ച് ഇവരെല്ലാവരും തടഞ്ഞപ്പോഴത്തേക്ക് ഇവരെ കളിയാക്കുക മാത്രമല്ലേ, ഇവിടെ കളക്ടർ മുതൽ താഴോട്ടുള്ള ഒരു ഉറപ്പ് കൊടുത്ത ഈ ഇലക്ഷൻ വോട്ട് തീരുന്നാൽ ഉടനെ ഇവിടെ മണ്ണും ചാക്കും അടിക്കേട്ട് ആദ്യത്തെ. ഇതിന്റെ ഒരു ശാശ്വത പരിഹാരം എന്താണ്? ഈ കടൽഭിത്തി പരിഹാരം എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇടുന്ന പോലെ മുട്ടുകൾ ഇട്ടിട്ട് ഈ കല്ല് ഈ സീവാള എന്ന് പറയുന്ന ഒരു 10-25-30 വർഷത്തിന് മുമ്പ് ഇട്ട സീവാള ഈ 25 വർഷം കൊണ്ട് താഴോട്ട് പോയ സീവാള. പുതിയ നിർമ്മാണം വന്നപ്പോ ഒരു നിർമ്മാണം ഇവിടെ നടന്നിട്ടില്ല അല്ലേ? ഈ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് നടന്നിട്ടില്ല. ആറാട്ടുപുഴ പഞ്ചായത്തിലാണ് ഇപ്പൊ കൂടുതൽ നടന്നിട്ടുള്ളത്. ഇപ്പൊ ശാശ്വതമായിട്ട് നടന്നിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ചെല്ലാനമാണ്. ചെല്ലാനം എടുത്ത് നോക്കിയാൽ ഈ ഗവൺമെന്റും ഏത് ഗവൺമെന്റ് വെച്ച് നോക്കിയാലും ശാശ്വതമായ ഒരു പരിഹാരമുണ്ട്. കഴിഞ്ഞ വർഷം വരെ ജനങ്ങൾ ഇറങ്ങിക്കിടന്നൊരു തെരുവാണ്. ഇന്ന് അവിടെ ഒരു പെണ്ണ് ഇറങ്ങിയിട്ടില്ല ഈ കടലിൽ വന്നിട്ട്. അതേപോലെ ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ ഇവിടുന്ന് ആരും ഇറങ്ങി പോട്ടില്ല. പലരുടെയും ഉപജീവന മാർഗത്തെ ഈ കടലാക്രമണം വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പിന്നിൽ കാണുന്ന പീലിംഗ് ഷെഡിലെ തൊഴിലാളികളാണ്. പീലിംഗ് ഷെഡ് ഉടമയാണ് അദ്ദേഹം, അനിരുദ്ധൻ. തൊഴിലാളികളും ഒക്കെ ഉണ്ട്. അവര് കഴിഞ്ഞ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഇവിടെ നിർമ്മാണ പ്രക്രിയ നടത്തി കഴിഞ്ഞ ദിവസം വീണ്ടും പണി ആരംഭിച്ചതേ ഉള്ളൂ. അതോടുകൂടി ഇപ്പൊ ഇന്നലെ നല്ല തോതിൽ വെള്ളം കയറുകയും ഷെഡ് തകരുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ദുരിതമാണല്ലേ നിങ്ങൾക്ക് തീരദേശം അനുഭവിക്കുന്നത്? പിന്നെ ഞങ്ങൾ എത്ര പേര് ജോലി ചെയ്യുന്ന സ്ഥാപനമെന്നറിയാം. ഇങ്ങനെ വന്ന് ഇങ്ങനെ എപ്പോഴും ഈ കടൽ കയറി ഇത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുമോ. ഞങ്ങളിപ്പോ ഇനി എത്ര നാള് ജോലി ഇല്ലാതിരിക്കണമെന്നറിയാം. ഇതിന് എന്തെങ്കിലും ഈ സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടേ ഒക്കത്തുള്ളൂ. ഈ ജൂൺ ജൂലൈ മാസത്തിലേക്ക് നിങ്ങളുടെ ഈ ജോലി എങ്ങനെ നടക്കും? ഇവിടെ ഭയങ്കര രൂക്ഷമല്ലേ കടൽ? ഇല്ല, പണിക്ക് പോകാനോ പറ്റത്തില്ല ഞങ്ങൾക്ക് ഈ കടൽക്ഷോഭ കാരണം. ഈ കടൽഭിത്തി നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ടും തൊട്ടടുത്ത് വരെ ടെട്രോപോഡുകൾ എത്തിയിട്ടുണ്ടല്ലോ. എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ അങ്ങോട്ടും ഇവിടെ കോൺട്രാക്ട് പിടിക്കാൻ ആളില്ലെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്. അതാണ് ഉദ്യോഗസ്ഥർ നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് ഇവിടെ കോൺട്രാക്ട് പിടിക്കാൻ ആളില്ല. പക്ഷെ പെട്രോപോഡ് നമ്മുടെ അടുത്ത് തന്നെ കിടപ്പുണ്ട് ഒരുപാട്. പക്ഷെ അത് വന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞു, ഒരു വകുപ്പത്തെണ്ണം വന്ന് ഞങ്ങളുടെ അടുത്ത് ഷെഡിലേക്ക് കൊണ്ട്. പിന്നെ അത് പറഞ്ഞു, പക്ഷെ അവരത് മുൻകൈ എടുത്തില്ല. ഇനിയിപ്പോ വരാൻ പോകുന്ന കാലവർഷമാണല്ലോ എല്ലാവരുടെയും മനസ്സിലുള്ള ആശയം. ഞങ്ങൾക്ക് പേടിയാതെ കാരണം ഇത് എങ്ങനെ കിടന്നുറങ്ങും എന്നുള്ള ഉദ്ദേശമാണ്. ഇനി ജൂൺ ജൂലൈയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ അല്ലേ? അതെ, ഇനി ഇതിൽ വലിയ ശക്തി വരുത്തുള്ളത്. അതാണ് ജനങ്ങൾ പറയുന്നത്. അതായത് റോഡുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ജനവാസ മേഖലയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ഈ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത്. അതിൽ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന 9ാം വാർഡ് അടക്കമുള്ള പ്രദേശങ്ങൾ 30 വർഷത്തിന് മേളിലായി നിർമ്മാണ പ്രവൃത്തികൾ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ പങ്കുവെക്കുന്ന അവരുടെ ആശങ്കയും വളരെ വളരെ യാഥാർത്ഥ്യവുമാണ് അവർ പങ്കുവെക്കുന്നത് നമ്മളോട്. എന്തായാലും ഈ സംഭവത്തിനകത്ത് വരുന്ന ജനപ്രതിനിധികളോട് ആവർത്തിച്ച് ഇത്തരത്തിൽ, കാരണം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അടിയന്തരമായി നിർമ്മാണം വേണ്ട ഒരു സ്ഥലമായിരുന്നു. ആദ്യഘട്ട പരിഗണന കൊടുക്കേണ്ട ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ തീരദേശ റോഡിനോട് ചേർന്നുള്ള ഈ വീടുകളും ഒപ്പം തന്നെ ഈ തീരദേശ പാതയും അടങ്ങുന്ന തൃക്കുന്നപ്പുഴ പഞ്ചായത്തിന്റെ ഭാഗങ്ങൾ. എന്തായാലും അവിടെ ഒരു നിർമ്മാണ പ്രവൃത്തി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വരാൻ പോകുന്ന കാലവർഷം വളരെ ഭീതിതമായിരിക്കുമെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഇത്രയും അധികം ആശങ്കയുമായി നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ആ ആശങ്ക ശരിവെക്കുന്നതാണ് ഓരോ ദിവസവും തൃക്കുന്നപ്പുഴയുടെ തീരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.